ആകെ നാശമോശമാക്കിയ ലക്ഷണമുണ്ട്. ഡാഡിയോട് പറഞ്ഞു കാണോ? നിൽക്കണവിടെ. വീട്ടിൽ കൊണ്ടാക്കിയോ? ഇതിനാണല്ലേ ബൈക്ക് വാങ്ങിത്തരണമെന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയത്. ലിഫ്റ്റ് കൊടുക്കാൻ. നാളെ ഒരു ബൈക്കുമായിട്ട് ഓളെ പോകണ്ട, ബസ്സിൽ പോയാൽ മതി. അയ്യോ ചേട്ടാ, അത് ബസ്സിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും, പിന്നെ സമയത്തിന് എത്താനാവില്ല. ഞാൻ ഡാഡിയോട് പറയാം, ഡാഡി തീരുമാനിക്കും. അയ്യോ ചേട്ടാ പ്ലീസ്, ഡാഡി അറിഞ്ഞാൽ. എന്താ കാര്യം? അല്ല, ഞാൻ അറിയാൻ പാടില്ലാത്തല്ലോ ഇവൻ ചെയ്തോ? ഡാഡിയോട് ഞാൻ അന്നേ പറഞ്ഞ, ഡാഡി കേട്ടില്ല. പിന്നെ എന്താ കാര്യം? ഒറ്റയ്ക്കാണെങ്കിൽ സാരമില്ല, ഇത് പുറകിൽ ഒരാളെ പിച്ചാടാം. നീ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ. കാര്യമൊന്നും സംഭവിച്ചില്ല. ബൈക്ക് കൊണ്ടുപോയി ലോറിക്ക് തിരിച്ചാനെ ആരുടെയോ ഭാഗ്യം കൊണ്ട് ഇവൻ രക്ഷപ്പെട്ടു. എന്തൊരു സ്പീഡിലേക്ക് വണ്ടി ഓടിക്കുന്നറിയോ? പിന്നെയാ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞുകൊണ്ട് ഓവർ സ്പീഡ് വണ്ടി ഓടിക്കരുതെന്ന്? ഡാഡി, അല്ല ഇവന്റെ മാത്രം കുഴപ്പമല്ല, ആ ലോറിക്കാരന്റെ കയ്യിൽ ഒരു ലേശം വിഷമുണ്ട്. അതിന് ഓവർ സ്പീഡ് വണ്ടി ഓടിച്ചോണ്ടല്ലേ? ഏതായാലും നാളെ ഫോൺ. ഇന്ന് എല്ലാ മൂടും പോയി. ഇനി ഒന്ന് ഫ്രഷ് ആവണമെങ്കിൽ ഇതേ രക്ഷയുള്ളൂ. എന്താണ് ഫോട്ടോ ഫോട്ടോ ആണെന്ന് മനസ്സിലായി. ഡാഡി, ഇത് ഹിന്ദി സിനിമയിലെ സൂപ്പർ സ്റ്റാർ. ഇതിനാണല്ലേ നീ മുറിയിൽ കയറി വാതിൽ ലോക്ക് ചെയ്യുന്നത്? ഇന്നെന്തേ മറന്നുപോയോ? പിന്നെയാ നീ എന്നോട് കള്ളം പറയാൻ തുടങ്ങിയിരിക്കുന്നു. അത് നിന്റെ കുറ്റമല്ല. ഈ വീട്ടിൽ നിന്നെ ഉപദേശിക്കാനും നിയന്ത്രിക്കാനും ആരും ഇല്ലാതെ പോയി. അതിന്റെ തകരാറാണ്. എല്ലായിടത്തും കൊണ്ട് കത്തിച്ച് കളാം. അവിടെ കൂടട്ട എല്ലാം കത്തിച്ച് കളാം. മേലിൽ ഇത്തരം ചിത്രങ്ങൾ ഈ വീട്ടിൽ കണ്ടുപോകരുത്. നീ എത്ര വയസ്സിൽ തുടങ്ങിയതാ ഈ പ്രേമവും ശൃംഗാരവും ഒക്കെ? ചേട്ടാ, ഇവിടെ ഇനി അതും ഇതും പറഞ്ഞ ഡാഡി കേട്ടാലുണ്ടല്ലോ. കേൾക്കട്ടടാ. ഡാഡി കേട്ട് കഴിഞ്ഞാൽ പിന്നെ അത് അഡ്ജസ്റ്റ് ചെയ്യാനും ചേട്ടൻ തന്നെ നിൽക്കേണ്ടി വരും. ഞാനാണ് നിനക്ക് എല്ലാത്തിനും മണം വെച്ചിരുന്നത്. ഇനി ഞാൻ എല്ലാ കാര്യവും ഡാഡിയോട് തുറന്ന് പറയാൻ പോകും. ചേട്ടൻ ഡാഡിയോട് ഒന്നും പറയാൻ പോകുന്നില്ല. ഇങ്ങനെയൊക്കെ എന്നെ വരട്ടുമെങ്കിലും ചേട്ടനോട് സ്നേഹമുണ്ടെന്ന് എനിക്കറിയാം. എന്റെ കൊച്ചു കള്ളനല്ലേ. അയ്യോ, എനിക്കെന്നെ മയക്കൊന്നും കാണണ്ട. ചേട്ടാ, ഇന്ന് ഏതവനെയാ കണി കണ്ടത്? എടാ, കണി കണ്ടതിന്റെ കുഴപ്പമില്ല, നിന്റെ കയ്യിൽ ഇരിപ്പിന്റെ കുഴപ്പമാണ്. ഞാനിപ്പോ എന്ത് ചെയ്തെന്നാ ചേട്ടൻ പറയുന്നത്? അപ്പൊ അവനൊന്നും പറഞ്ഞിട്ടില്ല, പച്ചപ്പാവം. ഏതാടാ പെണ്ണ്? അത് സർക്കിൾ ഇൻസ്പെക്ടർ മിന്നൽ മാധവൻ നായരുടെ മകളാ. കൊള്ളാമല്ലോ. ഇടി പാഴ്സലായിട്ട് വരാൻ പറ്റിയിടത്താണ് എന്റെ അനിയൻ ബന്ധം വെച്ചിരിക്കുന്നത്. നിന്റെ യോഗം. എന്താടാ അവളുടെ പേര്? ഡാഡി, ഹിന്ദി സിനിമയിലെ സൂപ്പർ സ്റ്റാർ. സോഫി. ഇതെന്താ ഇത്? ഹിന്ദി സിനിമയിലെ സൂപ്പർ സ്റ്റാർ? സോഫി.
കല. കലേ? അല്ല, ശശികല. അവൾ നിന്റെ കൂടാണോ പഠിക്കുന്നത്? അല്ല, സെന്റ് ക്ലാസ്സില. ആ, പിന്നെ കലയ്ക്ക് ഡാൻസ് പറയാം. അത് ശരി. അതാണ് സാറ് രാവിലെ തലയിലും കിട്ടി ഡാൻസ് പഠിക്കാനാന്ന് പറഞ്ഞു പോകുന്നത് അല്ലേ? എന്താ നിങ്ങളുടെ ഭാവി പരിപാടി? ചേട്ടൻ ഇങ്ങനെ വക്കീലന്മാരെ പോലെ കുത്തി കുത്തി ചോദിച്ചാലുണ്ടല്ലോ ആകെ കുഴഞ്ഞു പോകും. ഒരു പെണ്ണിനെ പ്രേമിക്കുന്ന ഇത്ര വലിയ കുറ്റമാണ്. എഴുതേക്കടാ, എഴുതേക്കടാ. എന്താണോ നീ ചോദിച്ചത്? പ്രേമിക്കുന്നത് കുറ്റമാണോ? നിന്റെ പ്രായം കഴിഞ്ഞിട്ട് തന്നെ ഞാനും ഇത്രയായത്. പ്രേമത്തിന്റെ ഗുണവും ദോഷവും ഒക്കെ എനിക്കും അറിയാം. എന്റെയൊക്കെ പ്രായത്തിൽ ചേട്ടൻ ഇങ്ങനെയൊന്നും സാധിക്കാത്തതിന്റെ ജലസിയാണ് ഈ കാട്ടിക്കൂട്ടുന്നത്. എന്തോ ജലസിയോ? മുലകുടി മാറാത്ത നിന്നെ പോലത്തെ പരട്ട പയ്യന്മാരുടെ പേട്ട പ്രേമം കാണുമ്പോ എനിക്ക് ജലസിയോ? പഠിക്കാൻ പോയാൽ പഠിക്കണം, അല്ലാതെ പഠിത്തവും കളഞ്ഞ് ഉഴപ്പിക്കേണ്ട പെമ്പിള്ളേരെ പുറകെ നടന്നല്ലോ. ആർക്കിനെ ഷേപ്പ് ചെയ്യാൻ മതികള്. ബാലേന്ദ്ര സാറിന് അങ്ങനെ വിളിക്കുന്നു. ഡാഡിയുടെ അടുത്ത് ചെല്ലുമ്പോ കവാത്ത് മറന്ന പോലീസുകാരനെ പോലെ എല്ലാം മറന്ന് നമ്മുടെ കാര്യം വല്ലതും വെച്ച് കാച്ചു. ഓ, ഇനി അറിഞ്ഞെന്ന് വെച്ച് ചാകാനൊക്കെ പറ്റും. എപ്പോഴായാലും ഡാഡി അറിയേണ്ടതല്ലേ.